എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പത്തിരി കുഴക്കുന്ന പോലെ മാവിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റൗണ്ടായിട്ട് ഉരുളാക്കി ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. മുട്ട അതൊന്നല്ല, വെച്ച് അത് വേറെ പൊടിയാണ്. പത്തിരിപ്പൊടി ഉണ്ടാക്കിയിട്ട് കുഴച്ചുണ്ടാക്കിയിട്ടുള്ള ഇറച്ചിയിലിട്ട് അതിനെ ഇറച്ചിപ്പൊടി എന്ന് പറയും, കോഴിപ്പൊടി എന്ന് പറയും. പല പേരിൽ അത് പറയപ്പെടുന്നുണ്ട്. മലബാർ ഏരിയയിലൊക്കെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഇവിടെ സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കി കാണും, നമ്മൾ കോഴിപ്പിടിയാണ് ഉണ്ടാക്കാൻ പോണത്. അൽറഹീബ് കാറ്ററിങ്ങിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ നമുക്ക് കോഴിപ്പിടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം പൊടി എടുത്തിട്ട് നന്നായിട്ട് നനച്ചെടുക്കണം. അരിപ്പൊടി നനച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കോഴിമുട്ട പോലെ തോന്നും, പക്ഷെ നമ്മളിത് അരിപ്പൊടിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യാനുസരണം ഇതിലെ പൊടി നന്നായിട്ട് വറുത്ത പൊടി എടുക്കേണ്ടതാണ്. എന്നിട്ട് നമുക്കതിലേക്ക് സ്വല്പം ഉപ്പ് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഞാൻ സ്വല്പം വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കയ്യിലിട്ടിട്ട് ഉരുട്ടി മുട്ടയുടെ ഷേപ്പിലെടുക്കണ സമയത്ത് ഒട്ടി പിടിക്കില്ല കയ്യിൽ, അല്ലാന്നുണ്ടെങ്കിൽ അത് ഒട്ടി പിടിക്കും. അതുകൊണ്ട് ഞാനൊരു സ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെങ്കിൽ മാത്രമാണ് നല്ല സോഫ്റ്റായിട്ട് നല്ല പിടിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഞാൻ ഇതിനു മുൻപ് 2 തരം പത്തിരി, അട ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിലൊക്കെ ഞാൻ വിശദമായിട്ട് കുഴക്കണ രീതിയും എല്ലാം കാണിക്കുന്നുണ്ട്. കാണാത്തവർ ദയവായി അതൊന്ന് കാണണം. നമ്മൾ ആദ്യം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞു. ചൂടാറിയതിന് ശേഷം നമ്മൾ കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായി കുഴച്ചെങ്കിൽ മാത്രമാണ് നല്ല പെർഫെക്റ്റ് ഇത് കിട്ടുള്ളൂ. അത് മാത്രമല്ല കേട്ടോ, നമ്മൾ അടയ്ക്കായാലും പത്തിരിക്കൊക്കെ ആയാലും നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ആവശ്യാനുസരണം ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരുട്ടി ഒരു മുട്ടയുടെ ഷേപ്പിലൊക്കെ ആക്കി നമുക്ക് ഒരു പാത്രത്തിൽ വയ്ക്കാം. നമ്മളങ്ങനെ എല്ലാ ഇതും പിടികളാക്കി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. ആവിയിലാണ് നമ്മളിത് വേവിച്ചെടുക്കണത്. അപ്പോൾ അതിനായിട്ട് ഞാനിത് അടച്ച് കറക്റ്റാക്കി ആവിമേ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പിടി ഇവിടെ വെന്ത് കറക്റ്റായിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റാണ്. നമ്മൾ ചിക്കൻ കറി കൂടെയാണ് ഇത് ആഡ് ചെയ്തിട്ട് കഴിക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. അത് കാണാത്തവർക്കായി ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ചിക്കൻ കറി ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കഴുകി വാര വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്രൈ പാനോ അല്ലെങ്കിൽ ചീനച്ചട്ടിയോ എടുത്തിട്ട് അതിലേക്ക് 2.5 സ്പൂൺ മല്ലിപ്പൊടിയും 2.5 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മസാലപ്പൊടിയും പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവണ വരെ വറുത്തെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ്. അത് നമുക്ക് ഒരു 3-4 പച്ചമുളകും അതുപോലെ തന്നെ 1/4 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ആവശ്യം. അതെല്ലാം നമുക്ക് ചിക്കനിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ച ചിക്കനിലേക്ക് ഇതെല്ലാം ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും സ്വല്പം വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള സബോളയോ അല്ലെങ്കിൽ ചെറിയുള്ളിയോ കട്ട് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 100 ഗ്രാം ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയുള്ളിയൊക്കെ കട്ട് ചെയ്ത് പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള പച്ചമുളകും എല്ലാം കട്ട് ചെയ്ത് നമുക്ക് കറക്റ്റാക്കി വെക്കാം. ഞാനിപ്പോൾ ചട്ടിയിലാണ് ചിക്കൻ തയ്യാറാക്കുന്നത്. ചട്ടിയിൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിലാക്കാം. അപ്പോൾ ഞാൻ ചട്ടി ചൂടാക്കാനേ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യാനുസരണം വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ആഡ് ചെയ്യണത്. അതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം ഒന്ന് നന്നായിട്ട് മാറണം. ആ പച്ചമണം മാറുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചെറിയുള്ളി ഏകദേശം നല്ലൊരു ബ്രൗൺ കളർ ആവണം, അതുവരയ്ക്കും നമുക്ക് ഇളക്കി കൊടുക്കാം. ചെറിയുള്ളി ബ്രൗൺ കളറായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു തക്കാളി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളി അങ്ങനെ അലിഞ്ഞ് കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്തിട്ട്
ഒരു 10 മിനിറ്റ് നേരം മൂടി വേവിക്കുക. ആ സമയത്ത് നമ്മൾ ഗ്യാസ് സ്ലോവിലാണ് ഇടേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ചിക്കനിലുള്ള വെള്ളം വന്ന് അത് കറക്റ്റ് ആവുകയുള്ളൂ. തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്യാം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതിൽ കുറച്ച് ഗ്രേവിയുടെ ആവശ്യമുണ്ട്. നമ്മളിതിൽ പിടിയിട്ടിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് ചൂടുള്ള വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെക്കുകയാണ്. ഇതൊരു അരമണിക്കൂർ നേരം നമ്മൾ വേവിക്കണം. അതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പിടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പിടിയും കോഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ആ ബെല്ലൈക്കണൊന്ന് ദയവായി ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.